ഹായ് എല്ലാവർക്കും വീണ്ടും ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റു, അതുപോലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഇന്നത്തെ പ്ലാനിൽ ഒരു ചേഞ്ച് ഉണ്ട്. ഇന്ന് നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് 11 മണിക്ക് നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ടായി നേരെ നമ്മൾ പോകുന്ന അക്വേറിയം ഷോ കാണാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അവിടെ നിന്ന് ലഞ്ച് കഴിച്ച് നമ്മൾ ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് പർച്ചേസ് കൂടി നടത്താനായിട്ട് ഓപ്പൺ മാർക്കറ്റുകളിൽ എവിടെയെങ്കിലും പോവുകയും അതിനുശേഷം അവിടെ നിന്ന് നേരെ മലേഷ്യൻ എയർപോർട്ടിൽ പോയി നേരെ കൊച്ചിക്ക് തിരിച്ചു പോകാൻ. അതാണ് പ്ലാന് ഇന്നത്തെ. അപ്പോൾ ആദ്യത്തെ പ്ലാന് എന്ന് പറയുന്നത് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, മറ്റുള്ളവർ ലേറ്റ് ആക്കരുത്, പോയി ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കാണാം. മുറിയിൽ നിന്ന് നമ്മൾ താക്കോലെടുത്ത് ഇറങ്ങി ഇനി പയ്യെ ലോബിയിലേക്ക് പോകണം. അവിടെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതുപോലെയല്ല ഇടുന്നത്, നല്ല വിശപ്പുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്ത എപ്പിസോഡുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരുപാട് കമൻസ് ഒന്നും കണ്ടില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരുപാട് കമൻസാണ്, ഒരുപാട് കമൻസ് ഒന്നും കണ്ടില്ല. പക്ഷെ എല്ലാവർക്കും ഇഷ്ടമായി എന്നുള്ള രീതിയിലാണ്, ഒരു പോസിറ്റീവ് വ്യൂ ആണ് ആളുകളുടെ മനസ്സിലെന്ന് എനിക്ക് തോന്നുന്നു ഈ ട്രിപ്പിനെ പറ്റിയിട്ട്. അപ്പോൾ എന്തായാലും എന്തെങ്കിലും കൂടുതലായിട്ട് എഴുതി അറിയിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. പറ്റാവുന്നതാണെങ്കിൽ ഞാൻ റിപ്ലൈ തരാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും കാരണവശാൽ ആളുകൾക്ക് ഇതേപോലെ ഒരു ടൂർ കണ്ടക്ട് ചെയ്യണം, അതല്ലെങ്കിൽ പോകണമെന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ടൂർ കൺസൾട്ടൻറ്റിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കുന്നതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം, അതുമായിട്ട് സംസാരിക്കാം. എല്ലാവരോടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന തിരക്കിലാണ്. ഞാൻ എടുത്തേക്കുന്ന ഒരു ഗ്ലാസ് ജ്യൂസ്, തണ്ണിമത്തങ്ങ, പപ്പായ, പിന്നെ കുറച്ച് ലെറ്റ്യൂസ്, ബ്രെഡ് ടോസ്റ്റ് ചെയ്തത്, ബട്ടറും ജാമും കൂട്ടിയിട്ട്, പിന്നെ കുറച്ച് കോൺഫ്ലെക്സും ചോക്കോസും. സാധാ ഫുഡ്, ഇന്ത്യൻ ഫുഡൊക്കെ ഉണ്ട്. കുറച്ച് ഈ റൊട്ടിയും പിന്നെ മാവ് പോലത്തെ വസ്തുക്കളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് കംഫർട്ടബിളായിട്ട് തോന്നിയതാണ് യാത്രയുള്ളതുകൊണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രിപ്പിൽ ഞാൻ എത്തിക്കുന്ന ഒരു ചെറിയ റൊട്ടി, സ്ക്രാമ്പിൾഡ് എഗ്, കുറച്ച് റൈസ്, ചിക്കൻ കറിയാണ്. എൻ്റെ ഇന്ന് ലാസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്, എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് പോലീസ് സ്റ്റേഷൻ മലേഷ്യ. അപ്പോൾ നമ്മൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് ഇതേ റൂമിൽ നിന്ന് ഇറങ്ങുവാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ബാഗ് നമ്മുടെ വണ്ടിക്കകത്ത് വെക്കണം, പിന്നെ റൂം അവിടെ ഏൽപ്പിക്കണം. അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇന്നത്തെ. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങി ഡോറൊക്കെ തുറന്നു, കീ എടുത്തിട്ടുണ്ട്. കീ നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിലിട്ടു. 103. ഞാൻ മറന്നു പോരുന്നു. പല സ്ഥലത്ത് പോയി താമസിച്ചിട്ടുണ്ട്, പക്ഷേ ചിലതൊക്കെ ഓർമ്മയിൽ ഉണ്ടാവും, ചിലതൊന്നും ഓർമ്മയിൽ ഉണ്ടാവില്ല. എനിക്ക് ഹോൾഡിട്ട് പോകുന്നു. അപ്പോൾ ഗ്രൂപ്പിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പോൾ നമ്മൾ കീ ഏൽപ്പിച്ചിട്ട് അവർക്ക് കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി. പരിപാടിയെല്ലാം കഴിഞ്ഞു. എല്ലാവരും വണ്ടിയിൽ സാധനങ്ങളെല്ലാം ലോഡ് ചെയ്ത് ഇനിയിപ്പോൾ നമ്മൾ പോവാണ്. ഇതിൽ 2-3 ആളുകൾ നേരത്തെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ 2-3 സ്ഥലം കൂടി കാണാനുണ്ട്. അതിനുശേഷം നമ്മളും പോകും വൈകുന്നേരം ആകുമ്പോൾ. അപ്പോൾ പോണ വഴിക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ ഒരു അക്വേറിയം ഷോ ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടാണ് പോണത്. ഇറങ്ങി വരുമ്പോഴത്തേക്കും അതിൻ്റെ അത് പ്രൊജക്ടർ വെച്ചിട്ട് ചെറിയ ഷോ കാണിക്കുന്നുണ്ട്. ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ട ഒരു മീനുകളിലൊന്ന് പിരാന എന്ന് പറയുന്നത്. ഇവന് നമ്മളൊരാളെ ഫുള്ളും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പെട്ടെന്ന് കഴിച്ചു തീർത്തോളൂ. അപ്പോൾ അവനെ പെറ്റായിട്ടൊന്നും വീട്ടിൽ വളർത്താൻ പറ്റില്ല. പൊതുവെ കുറച്ച് അഗ്രസീവ് മോഡുള്ള ആളാണ്. പക്ഷെ കാണാൻ നല്ല സുന്ദരനാണ് സത്യത്തിൽ.
എന്തായാലും ഇനിയിപ്പോൾ ഇതാണ് പെയിന്റഡ് സ്പൈനി ലോബ്സ്റ്റർ എന്ന് പറയുന്നത്. സ്റ്റാർ ഫിഷിനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവിടുത്തെല്ലാം വേറായിട്ടുള്ള ഫിഷുകളാണ്. തെരണ്ടിയുടെ വർഗത്തിൽപ്പെടുന്ന ഫിഷുകളാണ് ഇതെല്ലാം. ഇവരെ എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നീർനായയുടെ പ്ലേസ് എന്ന് പറയുന്നത്. പക്ഷെ അവന്മാർ ഇപ്പുറത്തെ സൈഡിലേക്ക് അധികം വരുന്നില്ല. അപ്പോൾ ഇതിലൊരു ബബിൾ ഹെഡ് ഉണ്ട്. നമുക്ക് അടിയിൽ കൂടി പോയിട്ട് ഇതിനടിയിൽ തല വയ്ക്കാം. ഒരാൾ അടിയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. മുകളിൽ നിന്ന് താഴത്തോട്ട് പയ്യെ ചാടാൻ വേണ്ടിയിട്ട് നല്ല രസമാട്ടോ നീന്തി പോണതാണ്. പുള്ളി വേറെ വഴിക്ക് പോയി. അക്വേറിയം പ്ലസ് ടെറാറിയമാണ്. സ്റ്റീം എന്നാണ് ഇതിൻ്റെ പേര്. റെഡ് ലൈൻ ക്രോക്കഡോ ബാർ, ഹാർലിക്വൻ റാസ്ബോർ എന്നാണ് ഈ കാണുന്നത്. റെയിൻബോ ഫിഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഗ്ലാസ് ക്യാറ്റ് ഫിഷ് എന്ന് പറയുന്നത്. ബ്ലൈൻഡ് കേവ് ഫിഷ് എന്നാണ് പറയുന്നത് ഇതിന്. ഈ കോറൽസിൻ്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ ഹോൾസിലൊക്കെ താമസിക്കുന്നവയാണ്. കീലിൻ്റെ പിന്നെ വേലിൽ ക്യാമലോണിൻ്റെ സ്ഥലമാണ്. ക്യാമലോണിനെ കാണാൻ പറ്റുന്നില്ല. ഈലിനെ കാണാൻ ആ കിടക്കുന്നതാണ് ഈല്. അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്നവയാണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അത് കൂട്ടത്തിൽ കിടക്കുന്ന ജീവികൾക്കൊരു ത്രെട്ടൻഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗെക്കോ. ഗെക്കോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവന് ഈ വാല് മുറിച്ചിട്ടിട്ട് ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ക്യാമറയ്ക്ക് പിടിയൊന്നുമില്ല, പുറകിലാണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ നീർനായ ഇപ്പോഴാണെന്ന് മര്യാദയ്ക്ക് കാണാൻ പറ്റിയത്. അല്ലല്ലോ, ഡാനിയോ എന്നാണ് ഇതിൻ്റെ പേര്. ചെസ്റ്റ് ഓഫ് ഗെക്കോ. ആളെ കണ്ടെത്താനാണ് പ്രയാസം.
ആ സൈഡിൽ ഇരിക്കുന്നതാണ് ആള്. പുള്ളി ഇടയിലേക്ക് വന്നിട്ടില്ല, ഫ്രണ്ടിലേക്ക് വന്നിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ പേര് റെഡ് ഐ ക്രോക്കഡൈൽ സ്കിങ്ക്. ഇത് ആഡൽറ്റെയിൽ ന്യൂട്ട്. ഇതേതാണ് അടിയിലിരിക്കുന്നത്, നമുക്ക് കാണാം. ഒരു മീൻ ഈ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. മീനല്ല കേട്ടോ, അത് ലിസാർഡിൻ്റെ വർഗത്തിലുള്ള, അത് വെള്ളത്തിലാണ് കിടക്കുള്ളൂന്ന് തോന്നുന്നു. ഇതൊരു മുതലയുടെ പോലത്തെ ഒരു സ്കിന്നൊക്കെ കേട്ടോ അതിൻ്റെ പുറത്ത്. മലായൻ ജംഗിൾ നിംഫ്, പിന്നെ മലേഷ്യൻ ജയൻറ്റ് മില്ലിപ്പീഡ്, കാൻഡോക് സ്റ്റിക്ക് ഇൻസെക്റ്റ്. ഇതേതാണ് ഈ തൂങ്ങി കിടക്കുന്നതാണ് അവൻ. പിന്നെ പുല്ലിൻ്റെ രൂപത്തിലൊരു സാധനം ഇരിക്കുന്നതാണ്. ഓട്ട്ഫിൻ ബീറ്റ ഫിഷ്. ഇത് അപ്പുറത്തെ സൈഡിലാണ് പുള്ളി. നമ്മുടെ ബീറ്റ ഗപ്പിയുടെ ഒക്കെ സൈഡിൽ ബീറ്റയുടെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര വലിയതിനെ കണ്ടിട്ടില്ല. ഇത് സെൻട്രൽ ബിയേഡ് ഡ്രാഗൺ എന്നാണ് ഇതിൻ്റെ പേര്. തുറന്നു വിടണോ അല്ലേ കാട്ടിലേക്ക്? രക്ഷപ്പെടാനായിട്ട് നോക്കുവാണ്. ഇതിനെല്ലാം കാട്ടിലേക്ക് തുറന്നു അല്ലേ? വളരെ അഭിപ്രായം, നമ്മൾ ഈ ഹ്യൂമനൈസ്ഡ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുകയാണ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ആയി ഇപ്പം തന്നെ. അപ്പോൾ അവരുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. Kalau hidup, kenapa boleh ganti hidup? Tunjuk gambar, mana yang hidup tu? Betul. Awak boleh patahkan dia tidak? Awak boleh rosak. Okey, nak tengok lagi tak? Kalau nak tengok. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും സൈഡിൽ തന്നെ വലിയൊരു അക്വേറിയം, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും വലിയൊരു അക്വേറിയം സെറ്റ് ചെയ്തേക്കാണ്. അതിൻ്റെ അകത്ത് നല്ല മുട്ട മീനുകളുണ്ട്. ചൂണ്ടിടുന്നവർക്ക് കണ്ടു കഴിഞ്ഞാൽ പിടിച്ചുകൊണ്ട് പോകാൻ ടൈപ്പിലുള്ള ഒരു മീനുകളാണ്. എനിക്ക് തോന്നുന്നത് ആരാപ്പായ്മയാണെന്ന് തോന്നുന്നു. ആരാപ്പായ്മയുടെ വർഗത്തിൽപ്പെടുന്ന മീനുകളാണെന്ന് തോന്നുന്നത്. കാരണം ആ സൈഡിൽ ആരാപ്പായ്മയുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് കണ്ടതിലൊരു ജൈൻ്റാണ്. ഇത് നെട്ടറിൻ്റെ വർഗത്തിൽ പെടുന്ന മീനുകളാണെന്നാണ് തോന്നുന്നത്. കാരണം കണ്ടിട്ട് ഒരു നെട്ടർ ഫിഷിൻ്റെ ഒക്കെ ഒരു ചെറിയ നെട്ടർ ഫിഷിൻ്റെ ഒരു ടൈപ്പാണ് ഇത്. കണ്ടിട്ട് പൈക്കും ഈ പൈക്കിൻ്റെയും അതുപോലെ തന്നെ ഈ ആരാപ്പായ്മയുടെയൊക്കെ ലുക്ക് ഉണ്ട്. ഏതാണെന്നറിയില്ല. റിപ്സോ ക്യാറ്റ് ഫിഷ്. അലിഗേറ്റർ ഗാറാണോ എന്ന് സംശയമുണ്ട്, എനിക്കത് കൺഫേം അല്ല. ബ്ലാക്ക് പാക്കു, റിപ്സോ ക്യാറ്റ് ഫിഷ്, ആഷീറും ഫ്രഷ് വാട്ടർ ജേർണിയുണ്ട്. പിന്നെ ആംല ബാർബ്, ടിൻഫോയിൽ ബാർബ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളവർ കുട്ടികളായിട്ട് വന്നു കഴിഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പറയുന്നത്. അവരുടെ മൂഡിനനുസരിച്ചാണല്ലോ, അവർക്കിതൊക്കെ കണ്ടാൽ ഒരുപാട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇത് ജൈൻറ്റ് മഡ് സ്കിപ്പർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽപ്പെടുന്ന ജീവികളുടെ ഒരു ആവാസ വ്യവസ്ഥയ്ക്കനുസരിച്ച് അവരത്
ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെയൊക്കെ പാടങ്ങളിൽ പണ്ട് കാണാമായിരുന്നു ഇതേപോലുള്ള ഈ ഇതിൻ്റെയൊക്കെ ചെറുത് ഇവിടെ കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ആ സൈഡിലെ ഓർണത്തിനെ കാണാം. കോക്കനട്ട് ക്രാബ് എന്ന് പറയുന്ന വർഗത്തിൽപ്പെടുന്ന ഞണ്ടാണ് ഇവരൊക്കെ. ഈ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണി ഉണ്ടായതിൻ്റെ കാരണത്താൽ ത്രട്ടൻ്റായിട്ട് ഉള്ളൊരു ജീവജാലങ്ങളാണ്. അപ്പോൾ ഇവറ്റകൾക്ക് വെള്ളത്തിനടിയിലും കരയിലും ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഞണ്ടുകളിൽ പെടുന്നവരാണ്. എല്ലാ ഞണ്ടുകൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഫിഷ് പോലത്തെ നമ്മൾ പോകുന്ന ഒരു ചെറിയ ടണലിലേക്കാണ്. ടണലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറുവാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അവിടെയും ക്ലാസിഫൈഡ് ചെയ്ത ഒരുപാട് ഫിഷുകളുടെ ഒരു കളക്ഷൻ ഉണ്ട്. അവിടെ കുറച്ചും കൂടി ഇവിടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. നമ്മൾ ദൈവമേ, ഇത് ആ തല നീട്ടിയിരിക്കുന്ന ഒരു ഫിഷാ. അവനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭീകരമായ ഭയം തോന്നും. വാടിച്ചുണ്ടോ? അതാണ് കേട്ടോ ഇവിടെ ഈൽ വർഗത്തിൽപ്പെടുന്നതാണ്. We are delighted to welcome 4 new moray eels. They were adopted after their home of at least 10 years was no longer housed them. Let us hope they will enjoy their new life in Aqua KLCC. ഈ സൈഡിലൊക്കെ ഉണ്ട്. റോളിങ് ഒരു ബെൽറ്റ് ഉണ്ട്. അത് നമ്മളെ കൊണ്ട് ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടി പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നീങ്ങാൻ നേരത്തെ നമുക്ക് ഒരുപാട് ഫിഷുകളെ കാണാൻ പറ്റും. കോറൽസാണ്, കുറേയൊക്കെ മാൻമെയ്ഡാണ്, കുറേ എല്ലാം നാച്ചുറലായിട്ടുള്ള കോറൽസ് ഇവരവിടെ നിന്ന് ഇവിടുന്നൊക്കെ കളക്ട് ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ്. ഇത് ഷാർക്കിൻ്റെ വർഗത്തിൽപ്പെടുന്നതാണോ തോന്നുന്നു. പല്ലൊക്കെ നല്ല ചെരിഞ്ഞ് കിടന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ കേജ് ഡൈവ് എന്ന് പറയുന്ന സംഭവമുണ്ട്.
go on, can you sing a mermaid song for us? Wrong song. Song, guys. I'm pretty welcome. ഇതിനുള്ളിൽ ഡൈവേഴ്സി ആടിയിട്ടുണ്ട്. അവരെന്തോ മെയിൻ്റെനൻസിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ചാടിയേക്കുന്നതാണ്. ഇത് മീനല്ല കേട്ടോ, നല്ല മുതുക്കന്മാരായ മനുഷ്യന്മാരാണ്. അവരത് ക്ലീൻ ചെയ്യുവാണ് ബാക്കിയൊക്കെ ഉപയോഗിച്ച്. ഇവിടെ സീ ടർട്ടിൽ ഉണ്ടെന്നാണ് പറയണത്. പക്ഷെ അവർ നമുക്ക് കാണാൻ പറ്റുന്ന ഈ സൈഡിലാണെന്നറിയില്ല. Selepas sisir, di mana mereka boleh membesar sehingga 50 cm dan boleh mencecah sehingga 40 കാണിച്ചതിൻ്റെ ഡെഫിനിഷനാണ്. 3 മീറ്റർ ലെങ്തിൽ 20 kg തൂക്കത്തിലേക്ക് വരുന്ന ഒരു ടൈപ്പ് ഓഫ് മീനിൽ പെടുന്നതാണ്. ഇതിന് ടൈം ചെയ്യാൻ പറ്റും, ഇണക്കമുള്ളവയാണ്. ഹ്യൂമൻ ഏരിയയിൽ അതിനെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. വോൾഫ് ഈൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. So when they swim together, they will never bump with each other because they have one unique organ. We call it as lateral line. So lateral line help them to detect their vibration and also surrounding them. So actually, these species are diurnal species with bawang cermin dan juga ikan pisang. Mungkin di antara anda bertanya-tanya kenapa ikan ini berenang secara berkumpulan. Ini kerana mereka akan membentuk dalam kumpulan yang besar boleh melindungi diri mereka dari pemakan dan dapat mengurangkan tenaga apabila mereka berenang. Jadi walaupun ഈലിൻ്റെ വർഗത്തിൽപ്പെടുന്നവയാണ്. ഫിഷ് ടെട്രയുടെ വർഗത്തിൽപ്പെടുന്ന ഫിഷാണ് കേട്ടത്. നീരാളി ചേട്ടൻ താമസിക്കുന്ന സ്ഥലം. അവന് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും ഇവിടുന്നവരെന്ന്. ജെല്ലി ഫിഷിന്റെ വർഗത്തിൽപ്പെടുന്നവയാണ്. അവരുടെ ലാബ്, അവരുടെ ഓക്സിജനും കാര്യങ്ങളൊക്കെ അവർ കൺട്രോൾ ചെയ്യുന്ന സ്ഥലം.
അപ്സൈഡ് ഡൗൺ ജെല്ലി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് മൂൺ ജെല്ലി ഫിഷ് എന്നാണ്. കടൽ കുതിര, ചെറിയ കടൽ കുതിര. കുറച്ചുകൂടി വലിയ കടൽ കുതിരകളുണ്ട്. ഒരു ടൈപ്പ് ഓഫ് ചെമ്മീനെ ഞാൻ ഇതേവരെ കണ്ടിട്ടില്ല, നല്ല കളറിലുള്ള. അതിന് ബലൂൺ പോലെ ഇരിക്കുന്ന മീൻ അത് പഫർ ഫിഷുകളാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റഫിങ്സ് എടുത്ത് വെച്ചേക്കും. വരുന്ന ഒരു ചെറിയ ഷോപ്പിലേക്കാണ്. ഷോപ്പിൽ അക്വ ഐറ്റംസ് ആണ് കൂടുതലുള്ളത്. നല്ല വിലയുള്ള സാധനങ്ങളാണ് ഇതെല്ലാം. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇവരൊരു അക്വേറിയം പ്രൊഡക്റ്റുകളുടെ ഒരു മീനുകളുടെയും പിന്നെ പെൻഗിനുകളുടെയും അങ്ങനെയുള്ള വസ്തുക്കളുടെയൊക്കെ ഒരു ചെറിയൊരു ഷോപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ടുന്നവർക്ക് വസ്തുക്കളൊക്കെ മേടിക്കാം ഇവിടുന്ന്, ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല. എന്തായാലും നല്ല രസമുണ്ട്. നല്ല ക്രിയേറ്റീവായിട്ടുള്ളൊരു അക്വാ ഷോയാണ് ഇവിടെ നടക്കുന്നത്. KL എന്നാണ് പറയുന്നത് അക്വാ ഷോയ്ക്ക്. എന്തായാലും എനിക്ക് ഇത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. പുറത്തിറങ്ങി നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇനിയിപ്പോൾ നമ്മൾ വണ്ടി ഇടുന്ന ഭാഗത്തേക്ക് പോവുകയാണ്. ചിലപ്പോൾ ലഞ്ച് കഴിക്കേണ്ട സമയമെങ്കിൽ ലഞ്ച് കഴിക്കും. അതിനുശേഷം പിന്നെ പോണ വഴിക്ക് എന്തെങ്കിലും ആക്ടിവിറ്റീസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ എപ്പോഴെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ കാണേണ്ട ഒരു സംഭവമാണ്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കാണേണ്ട ഒരു വസ്തുവാണ് ഈ മറൈൻ അക്വേറിയം എന്ന് പറയുന്നത്. കാരണം നല്ല രസമാണ്. കുട്ടികളായിട്ടൊക്കെ പോകുന്നവർ, കുട്ടികളുണ്ടെങ്കിൽ അവരൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുട്ടിപ്പട്ടാളങ്ങളുടെ ദിവസമാണെന്ന് ഒരുപാട് ഗ്രൂപ്പ് കുട്ടിപ്പട്ടാളങ്ങളുണ്ട് ഇവിടെ. അവിടെ എഴുന്നേപ്പിച്ചു വെച്ചു. ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. എത്ര വയസ്സായി? 58. ബസ്സിൽ നിന്ന് ഇറങ്ങി ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് പാലക്കാടൻ ഫുഡാണ് ഇന്ന് നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാലക്കാടൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ വന്ന് രണ്ടാമത്തെ ദിവസം നമ്മൾ ഫുഡ് കഴിച്ച ആ സെയിം റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ പോയിട്ടാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ ഫുഡ് എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കാം. നവാബ്സ് ഓതൻറ്റിക് മുഗ്ലായി കുഷിൻ എന്നാണ് എൻ്റെ പേര്. അവിടെയാണ് ഇന്ന് ഫുഡ് കഴിക്കുന്നത്. ചോറ്, വെള്ളച്ചോറ്, ഫ്രൈഡ് റൈസ്, ചിക്കൻ,
അവിയൽ, സാമ്പാർ, പിന്നെ സാലഡ്സ്, ഫിഷ് കറി. ഇത്രയായിരുന്നു നമ്മുടെ മെനു ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ പാൽപ്പായസം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. Please. So is it okay? All clear? Any questions? Because the difference between Mr. Mori's flight and your flight, it's not much. It's over 1.5 hours. നമ്മളിനി പോകാൻ പോകുന്നത് ഒരു ഇവിടുത്തെ ഒരു It's only 1.5 hours, so not much different. Yours is 8:40. പുഴയിലേക്കാണ്. 10:30. റിവർ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത്. അവർ പണ്ട് ചൈനക്കാരും അവരവരൊക്കെ വന്ന് കച്ചവടം നടക്കുവാൻ വേണ്ടിയിട്ട് ഇന്ന് കാണുന്ന സ്ഥലത്തു നിന്നാണ് അന്ന് ഈ കാണുന്ന കോലാരമ്പൂരെല്ലാം ഉണ്ടായതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവരതിന് റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് അങ്ങോട്ടാണ്. നമുക്ക് കാണാം കേട്ടോ. ഇതാണ് റിവർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. ഇവിടെ മീൻ മറിയുന്നത് ഭയങ്കരമായിട്ടാണ്. മീൻ മറിയുന്നത് സൈഡിൽ ഒരു സാധനത്തിന് കണ്ടോ കേട്ടോ. ഈ കൈയുടെ നീളം മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈയുടെ നീളമുള്ള മീനാണ് ഇവിടെ നിറഞ്ഞോണ്ടിരിക്കണത്. ഒരു മനുഷ്യൻ ചൂണ്ടിയിടുന്ന പോലും. അപ്പൊ എന്തായാലും ആരും ചൂണ്ടക്കാരൊന്നും കാണണ്ട. പക്ഷെ ഞാൻ ഇന്നലെയും കൂടി വിചാരിച്ചേ ഉള്ളൂ മീൻ ആരും ചൂണ്ടയിടാനൊന്നും കാണുന്നില്ലല്ലോ. പക്ഷെ ഇവിടെ നന്നായിട്ട് മീൻ മറിയുന്നുണ്ട്. ഏഷ്യൻ ക്യാറ്റ് ഫിഷ് ടൈപ്പ്, അതായത് നമ്മുടെ നാട്ടിലെ മുഷി, ആഫ്രിക്കൻ മുഷി ടൈപ്പുള്ള മീനുകളാണ് ഇവിടെ കൂടുതൽ പൊങ്ങി ഏറെടുത്തിട്ട് വരുന്നത്. അത് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലുള്ള മീനുകൾ, ഇതുപോലുള്ള തോടുകളെല്ലാം കയ്യേറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അത് കൃത്യമായിട്ട് മനസ്സിലാവും. 2 കൊമ്പുള്ള ടൈപ്പ് മീനുകളാണ്. ഇതേവർണ്ണം ചത്ത ഒഴുകി പോകുന്നു. എന്തോ സക്കർ ഇനത്തിൽപ്പെടുന്ന മീനുകളും ഇടയ്ക്ക് ഏറെടുക്കുന്നത് ഉണ്ട്. വേറൊരു മീനും ചത്തൊഴുകി പോകുന്നു. വെള്ളം അത്ര നല്ലതല്ലാന്ന് തോന്നുന്നു. കാരണം മീനുകൾ എപ്പോഴും ഏറെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ അവിടെ നിന്ന് ചത്തൊഴുകി വരുന്നുണ്ട്. ഈ ഒരു 10 മിനിറ്റിൽ നമുക്ക് കാണാം മീനുകൾ ചത്തൊഴുകി വരുന്നത്. വെള്ളം കുറച്ച് ടോക്സിക് ആണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത് ഏത് നേരം ഏറ് വലിക്കാൻ വേണ്ടി മുകളിലേക്ക് വരുന്നത്. എന്നാലും മനുഷ്യൻ ഇങ്ങനെ എല്ലാത്തിനെയും കയ്യേറി നശിപ്പിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്. മനുഷ്യരല്ല, മനുഷ്യരുടെ ചെയ്തികൾ. അപ്പോൾ ഇതുപോലുള്ള കുളങ്ങളും ഇതുപോലുള്ള തോടുകളൊക്കെ സംരക്ഷിക്കണം. നമ്മുടെ നാട്ടിലായാലും അയൽ നാട്ടിലായാലും ഇതൊന്നുമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് പ്രധാനം. നമ്മൾ കാണാത്ത മലേഷ്യയുടെ മറ്റൊരു മുഖം കൂടി ഉണ്ട് ഇവിടെ. ആളുകൾ കടത്തിണ്ണയിലും ട്രെയിൻ സ്റ്റേഷനിലും ബസ് സ്റ്റേഷനിലൊക്കെ കിടന്നുറങ്ങുന്ന അങ്ങനെ വിഭാഗമുള്ള ഒരാളുകൾ കൂടിയുണ്ട്. അത് പാർലമെൻറ്റിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് നീങ്ങി കിടക്കുന്നതുകൊണ്ട് ഈ ഏരിയ അത്രയും വലിയ ക്ലീനൊന്നും അല്ല. അത്രയും ഇവിടെ പല പല പരിപാടികളുണ്ട്. നമ്മൾ നടന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. How many of you went to this Chinatown yesterday? Did you notice the other side got Mariamman Temple? Go middle, you go the other side is Mariamman Temple. Okay, Hanuman Temple, Aina Temple, Krishna. ഇതാണ് ഇവിടുത്തെ സ്റ്റേഡിയം ബുക്കിറ്റ് ജലീൽ എന്നാണ് സ്റ്റേഡിയത്തിന്റെ പേര്. Anyway,
ചിലപ്പം അവർക്ക് വാട്സപ്പ് ഇട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ പറഞ്ഞു ഇതുപോലെ തന്നെ എനിക്കും ഏറ്റവും സന്തോഷമായ ഫസ്റ്റ് ഡേയില് എല്ലാവർക്കും കുറച്ച് ടെൻഷൻ കൊടുത്തു, ഫോൺ മിസ്സിംഗ് ആയതിന്റെ പേരിൽ. പക്ഷെ ഞാനത് മറ്റുള്ളവരുടെ അടുത്തേക്ക് ഞാൻ ആ ടെൻഷൻ കൈമാറിയില്ല. കാരണം ഞാൻ ടെൻഷൻ അടിച്ചാൽ പോരെ, മനുവിന്റെ അടുത്ത് മനുവിന് നല്ല ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷെ മനുവിനെ ഞാൻ പോകാൻ സാധിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് ഉല്ലാസയാത്രകളായിരിക്കാം, പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് അർത്ഥം. ഇനി അടുത്തത് ഫ്രണ്ട്സ്. അപ്പോൾ 4 ദിവസം നമ്മൾ ഒന്നിച്ച് ഒരു കുടുംബത്തിൽ അപ്പോൾ അവിടെ നമ്മൾ വണ്ടിയായിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണ വഴി ഇവിടെ ഒരു ഔട്ട്ലെറ്റിൽ വന്നേക്കുവാണ്. 1 മണിക്കൂറാണ് നമുക്കിവിടെ സമയം തന്നിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ ഇവിടെ കൊണ്ട് കറങ്ങി നടന്ന് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതൊക്കെ കാണാനാണ് പറഞ്ഞേക്കണത്. എന്തായാലും നമുക്ക് നോക്കാം അവിടെ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഔട്ട്ലെറ്റിൻ്റെ പേര് മിത്സുയി ഔട്ട്ലെറ്റ് പാർക്ക് എന്നാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമേ ഉള്ളൂ. 1 മണിക്കൂറിൽ താഴെ ഏതാണ്ടേ ഉള്ളൂ ഇവിടെ ടൈം. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ മാൾ എന്ന് പറയുന്നത്. എന്തായാലും എനിക്കിവിടെ വന്നത് ഒരുപാട് നന്നായിട്ടാണ് തോന്നിയത്. കാരണം 1 മണിക്കൂർ അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എയർപോർട്ടിൽ വെയിറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറുണ്ട്. ജസ്റ്റ് ഒന്ന് കണ്ട് ഞാനൊന്നും മേടിക്കുന്നൊന്നുമില്ല അധികം സാധനങ്ങളൊന്നും. എല്ലാ ബ്രാൻഡുകളുടെയും ഷോറൂം ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. അഫെന്ന് പറയുന്നൊരു ബാഗിൻ്റെ ബ്രാൻഡ് ഇവിടെയുണ്ട്. പർട്ടിക്കുലർലി നോക്കുമ്പോഴത്തേക്കും നല്ല ഡിസൈനുള്ള നല്ല അടിപൊളി ബാഗാണ് എൻ്റെ പുറകിൽ കാണുന്നത്. കണ്ടിട്ട് നല്ല ക്ലാസ് ടൈപ്പ് ഓഫ് ബാഗാണ് ഈ ടഫിൻ്റെ. ജോക്കീസ്, ബിഗ് ബ്രദേഴ്സ്, കാൽവിൻ കലൻ, പോളോ, റാഫൽ ഓറഞ്ച്, ഫ്രെഡ് പെറി, പിന്നെ ബോണിയ, ടോമി ഹിൽഫിഗർ, ബാലി, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ബ്രാൻഡും നമുക്ക് ഇവിടെ കിട്ടും. ബോസ് മുതൽ അങ്ങനെയുള്ള എല്ലാ ബ്രാൻഡുകളും. അപ്പോൾ സ്ഥലം വന്നിട്ട് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് ശരിക്കും. എന്തായാലും നമ്മളിവിടെ അധികം സാധനങ്ങൾ പർച്ചേസ് ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്, കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ കുറേ സാധനങ്ങളെല്ലാം അവിടെ ഉണ്ട്. പുതിയ ബ്രാൻഡുള്ള സുഷി കിങ്, MBA, പിന്നെ ഡോക്കേഴ്സ്, ലെതർ അവന്യൂ എന്നൊക്കെ പറയുന്ന കുറേ കടകൾ ഇവിടെ ഉണ്ട്. നല്ല നോക്കുവാണെങ്കിൽ തന്നെ അത്യാവശ്യം നല്ല സെലക്ഷനും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് ഈ മാളിൻ്റെ അകത്ത് തന്നെ. 1 മണിക്കൂറൊന്നും പോരാ ഇവിടെ വന്ന് സാധനങ്ങൾ മേടിക്കാനായിട്ട്. 3-4 മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇവിടെയുള്ള കടകളിലൊക്കെ ഒന്ന് കയറി ഇറങ്ങി അത്യാവശ്യ സാധനങ്ങളെല്ലാം മേടിക്കുന്നതിന്. നമ്മുടെ ടൈം ഏറെക്കുറെ കഴിഞ്ഞു. ഇപ്പോൾ 5:45 5:45 ആയപ്പോഴത്തേക്കും നമ്മൾ ഏറെക്കുറെ പരിപാടിയാണ് അവസാനിപ്പിച്ച്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോകും. അപ്പോൾ ഞാൻ വേറൊരാളെ പരിചയപ്പെടുത്തരാം. നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന വെച്ചാണ് ഈ ആളാണ് ആ മനുഷ്യൻ. അപ്പോൾ ഇയാൾക്ക് എന്താ സ്പെഷ്യൽ എന്ന് നിങ്ങൾ തോന്നുന്നു? ഇയാളുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ആൾക്ക് സ്ട്രോക്ക് വന്നതാണ്. ആൾക്ക് സ്ട്രോക്ക് വന്നു കഴിഞ്ഞ് പുള്ളിക്ക് ഒരു സൈഡ് ഇച്ചിരി പാരലൈസ്ഡ് ആയതാണ്. പക്ഷേ അയാൾ ഈ പ്രായത്തിലും അയാളുടെ ഫുൾ മൈൻഡ്, ഫുൾ സപ്പോർട്ടിൽ
ആളിതേ നമ്മുടെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് വന്നു. ഒട്ടും സ്ലോ അല്ലാതെ എല്ലാ കാര്യങ്ങളിലും പുള്ളി കൂടെ നിന്നു. ഈ ഒറ്റൊരു കാര്യമാണ് പുള്ളീനെ ഞാൻ മെയിനായിട്ട് നോട്ട് ചെയ്തത്. ഇത് മാത്രമല്ല, ഒരാൾ കൂടി ഉണ്ട്. ആ പുള്ളിക്ക് കാലിനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും ആൾ സ്ട്രോങ് ആയിരുന്നു, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. കാരണം അവർ നമ്മുടെ കൂടെ കട്ടയ്ക്ക് ഒപ്പം വരുവാണ് ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി തിരിച്ച് ബസ്സിലേക്ക് പോവാണ്. ഇവിടെ എയർപോർട്ടിൻ്റെ തൊട്ട് മുന്നിൽ വരെ ട്രെയിൻ വരും, അതുപോലെ തന്നെ പബ്ലിക് ബസ് വരും. പിന്നെ നമ്മളവിടെ നിന്ന് ഫുഡ് ഉണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിച്ചില്ല, ജസ്റ്റ് ഒരു ജ്യൂസ് കുടിച്ചിട്ട് ഞാൻ എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുവാണ്. ഇനിയിപ്പോൾ ഇവിടെ നോക്കണം എങ്ങനെയാണെന്നുള്ളത്. 10:40 നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ അതിന് മുമ്പ് ബോർഡിങ് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യം നമ്മൾ ഇരിക്കാൻ പോവാണ്. അതിൻ്റെ ഗേറ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും പോയിരിക്കണം. അതേ നമ്മൾ എയർപോർട്ടിൽ വന്നു. 10:25 ഇവിടുന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് ബാക്ക് ടു കൊച്ചി. അപ്പോൾ ഇനിയിപ്പോൾ നല്ലൊരു എപ്പിസോഡ് വരുന്നോടം വരെ ബൈ. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കണം. അടുത്ത മാസവും ഈ മാസമൊക്കെ ഇവർ ടൂർ പാക്കേജ് ചെയ്യുന്നുണ്ട് തായ്ലൻഡ് പോലുള്ള സ്ഥലങ്ങളിലേക്ക്. ആർക്കെങ്കിലും താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ, വരുവാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ വേണ്ടുന്നവർ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ പേര് മനു എന്നാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.